വർക്കലയിൽ ട്രെയിനിൽ നിന്നും മദ്യപൻ തള്ളിയിട്ടതിനെ തുടർന്ന് പരിക്കേറ്റ ശ്രീകുട്ടിയുടെ തുടർ ചികിത്സ ഏറ്റെടുത്ത ഔഷധി ശ്രീകുട്ടിയെ തൃശൂരിലെ ഔഷധിയിലെ കീഴിലുള്ള ആശുപത്രിയിലേക്ക് മാറ്റും. സർക്കാർ അനാസ്ഥയെക്കുറിച്ചുള്ള ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. ന്യൂസ് മലയാളം ബിഗ് ഇംപാക്ട് വിശദാംശങ്ങളുമായി ഹാൻസ് ജോൺ നമുക്കൊപ്പം ചേരുകയാണ്. ഹാൻസ്, ഇന്നലെയാണ് ശ്രീകുട്ടിയുടെ വാർത്ത, ശ്രീകുട്ടിയുടെ നിലവിലെ സാഹചര്യം ന്യൂസ് മലയാളത്തിലൂടെ പുറം ലോകം അറിയുന്നത് എന്നുള്ളതാണ്. ശ്രീകുട്ടിക്ക് സർക്കാർ ഒരു സഹായവും ചെയ്തു നൽകിയില്ല എന്നാണ് പറഞ്ഞത്. തനിക്ക് നടക്കണം, കാണണം, ഓർമ്മശക്തി എല്ലാം പൂർണ്ണമായും തിരികെ കിട്ടണമെന്ന് ശ്രീകുട്ടി പറയുന്നുമുണ്ടായിരുന്നു. എന്തായാലും ഔഷധി ശ്രീകുട്ടിയുടെ തുടർ ചികിത്സ ഏറ്റെടുത്തു എന്നുള്ളത് ആശ്വാസകരമാണ്. അവരുടെ തീരുമാനം ഏതു തരത്തിലാണ്? സ്വാതി, കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലാണ് തിരുവനന്തപുരത്തേക്ക് സഞ്ചരിച്ച് വർക്കലയിൽ വെച്ച് ഈ ട്രെയിനിൽ ഇരിക്കവേ, സുഹൃത്തിനൊപ്പം ഇരിക്കവേ ഉള്ള ശ്രീകുട്ടിയെ മദ്യപൻ പുറത്തേക്ക് ചവിട്ടി താടി ഇടുന്നത്. ഗുരുതരമായി പരിക്കേറ്റ ശ്രീകുട്ടി ആ സമയത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ദിവസങ്ങളോളം മരണത്തോട് മല്ലടിച്ചുകൊണ്ട് ചികിത്സ തേടി. അതിനുശേഷം റിക്കവർ ചെയ്തുകൊണ്ട് പിന്നീട് തുടർ ചികിത്സ ആവശ്യമായി. അതിനുശേഷം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ശ്രീകുട്ടിയെ മാറ്റി. പക്ഷേ അതിനുശേഷം ശ്രീകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളത്തിലൂടെ ശ്രീകുട്ടി തൻ്റെ ആദ്യ പ്രതികരണം നടത്തിയത്. ഈ തിരുവനന്തപുരത്തെയും അതിനോടൊപ്പം തന്നെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെയും ചികിത്സയ്ക്ക് ശേഷം യാതൊരു വിധത്തിലുള്ള പിന്തുണയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചില്ല. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയും അതിനോടൊപ്പം തന്നെ മാനസിക ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നതെന്നായിരുന്നു ശ്രീകുട്ടി ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കിയത്. നമ്മളുടെ റിപ്പോർട്ടർമാരായിട്ടുള്ള സനിസ ശോഭ ചന്ദ്രനും അതിനോടൊപ്പം തന്നെ ശാന്തകുമാർ വെള്ളാലത്തുമാണ് ഈ വിഷയം ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിൽ തുടർന്നാണ് ഇപ്പോൾ ഔഷധി ചെയർപേഴ്സണായിട്ടുള്ള ശോഭന ജോർജ് ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. കുട്ടിയുടെ നിലവിലെ അവസ്ഥ മനസ്സിലാക്കുന്നുണ്ട്. കുട്ടിക്ക് തുടർ ചികിത്സയും അതിനോടൊപ്പം തന്നെ മാനസിക പിന്തുണയും ആവശ്യമാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തൃശ്ശൂരിലുള്ള ഔഷധിയുടെ ആശുപത്രിയിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കുട്ടിക്ക് ഏത് തരത്തിലുള്ള ചികിത്സയാണ് വേണ്ടത് എന്നതടക്കമുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കടക്കും. അതിനുശേഷം എല്ലാവിധ പിന്തുണയും ഈ തൃശ്ശൂരിലെ ആശുപത്രിയിലൂടെ നൽകും. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തുടർ ചികിത്സയ്ക്ക് വേണ്ട എല്ലാ പണവും അല്ലെങ്കിൽ ഏത് സാമ്പത്തിക പിന്തുണയും ഔഷധി നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്, എപ്പോഴാണ് ശ്രീകുട്ടിയെ തൃശ്ശൂരിലേക്ക് മാറ്റേണ്ടത് എന്നതടക്കമുള്ള കാര്യത്തിലേക്കുള്ള അല്ലെങ്കിൽ എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഔഷധി ഗ്രൂപ്പ് കടന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ബന്ധപ്പെട്ടവരെ, അത് പ്രധാനമായും ശ്രീകുട്ടിയുടെ അമ്മയെ അടക്കം ഈ വിഷയം ഇതുവരെയും അറിയിച്ചിട്ടില്ല. അവരെ ബന്ധപ്പെടാനുള്ള ശ്രമത്തിലാണ് ഔഷധി ഗ്രൂപ്പ് ഉള്ളത്. അതിനുശേഷം ശ്രീകുട്ടിയെ കഴിയുന്നതും നാളെ തന്നെ തൃശ്ശൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി തുടർ ചികിത്സ നൽകാനാണ് ഔഷധി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയും ഏകദേശം 1 മാസത്തോളമുള്ള ഫിസിയോതെറാപ്പി ശ്രീകുട്ടിക്ക് ആവശ്യമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും ഔഷധി ഇപ്പോൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സ്വാതി, അതുതന്നെയാണ് ഹാൻസ്. എന്തായാലും ഇന്നലെ ആദ്യമായിട്ടാണ് ഈ ഒരു അപകടത്തിന് ശേഷം 5 മാസം കഴിഞ്ഞു ഈ അപകടമുണ്ടായി. അതിനുശേഷം ഇന്നലെ ആദ്യമായി ന്യൂസ് മലയാളത്തോടാണ് ശ്രീകുട്ടി പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ശ്രീകുട്ടി കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു സഹായവും ഉണ്ടായിട്ടില്ല. നിലവിൽ ആയുർവേദ ചികിത്സ സ്വന്തം നിലയ്ക്കാണ് നടത്തുന്നത് എന്നുള്ള കാര്യം പറയുന്നു. താൻ ഇത്രയും കാലം അനുഭവിച്ചതും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശ്രീകുട്ടി ആ സമയത്ത് വ്യക്തമാക്കുകയും ചെയ്തതാണ്. എന്തായാലും നമുക്ക് ശ്രീകുട്ടിയുടെ വാക്കുകൾ ഒന്നുകൂടി കേൾക്കാം. തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ കിടന്നത് എനിക്ക് ഓർമ്മയില്ല. അമൃതയിൽ വന്നപ്പോഴാണ് ഞാൻ കണ്ണ് തുറക്കണത്. ഇനി എന്തൊക്കെ ചെയ്യണമെന്നാ വിചാരിക്കുന്നത്? നടക്കണം, കൈ പൊക്കും കണക്കി കൈ പൊക്കണം, ഈ കണ്ണ് തുറക്കണം. എനിക്ക് സന്ധ്യ ആവൂലേ, അപ്പോഴ് മഴക്കോട് വന്ന മട്ടിലാണ് കാണുന്നത്. ശ്രീകുട്ടി മന്ത്രിമാരെ, സർക്കാരിന്റെ ആരെങ്കിലും ഒക്കെ കണ്ടിരുന്നോ ഇതുമായി ബന്ധപ്പെട്ട്? ഇല്ല, ആരും കണ്ടിട്ടില്ല. അവർക്കൊക്കെ അവരവരെ ജോലി, എന്നെ ആര് കാണവരെ. വരണ്ടേ? വന്നാ വരട്ട്. അവർക്ക് വരാൻ തോന്നിയാ വരണം. അവർക്ക് തോന്നുന്നില്ലല്ലോ എന്നെ കാണണമെന്ന്. എന്നെ സഹായിക്കാനോ എനിക്ക് ആരോഗ്യം തിരിച്ച് തരാനോ അവർക്ക് തോന്നുന്നില്ലല്ലോ. അവർക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ എന്നെ സഹായിക്കും, ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ മരിച്ചു പോയാൽ മരിച്ചു പോട്ടെ. എൻ്റെ ഓർമ്മയൊക്കെ കുറേ പോയി. ഓർമ്മ എൻ്റെ കൂടെ പഠിച്ച പിള്ളേരെ പോലും അറിഞ്ഞുകൂടാ. ആദ്യം എൻ്റെ അമ്മേനെ പോലും അറിഞ്ഞുകൂടായിരുന്നു. പിന്നെയാണ് അമ്മയാണെന്ന് മനസ്സിലായത്.
ശ്രീകുട്ടിയുടെ ഇന്നലത്തെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. എന്തായാലും ഔഷധിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. ശ്രീകുട്ടിയുടെ തുടർ ചികിത്സ ഏറ്റെടുക്കുകയാണ് ഔഷധി. ശ്രീകുട്ടിയെ തൃശ്ശൂരിലെ ഔഷധിയുടെ കീഴിലുള്ള ആശുപത്രിയിലേക്ക് മാറ്റും. സർക്കാർ അനാസ്ഥയെക്കുറിച്ചുള്ള ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. ന്യൂസ് മലയാളം ബിഗ് ഇമ്പാക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ഔഷധി ഈ ഒരു തുടർ ചികിത്സ, ശ്രീകുട്ടിയുടെ തുടർ ചികിത്സ ഏറ്റെടുത്തിരിക്കുന്നത്. ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്.